നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടിംഗ് മെഷീനുകൾ കനത്ത പോലീസ് സുരക്ഷയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണലിന്റെ തത്സമയ വാർത്തകൾ രാവിലെ 8 മണി മുതൽ CCTV. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയറ്റ് അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടക്കുക ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ. കുചേലൻ സതീർത്ഥ്യനെ അവിൽപൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി. വിധിയെഴുതി ബലം നാളെ. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണിയും തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്ന കരുതലിൽ UDFും കരുത്ത് കാണിക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ BJPയും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ആരു വാഴുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ഇനി ബാക്കി. 941 പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ആരംഭിക്കും. വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും. ജില്ലാ പഞ്ചായത്തുകളിലേതടക്കം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർണ്ണഫലം അറിയാനാകും. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21-നായിരിക്കും. വീറും വാശിയും നിറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളും പൂർത്തിയായതോടെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 73.69% പോളിംഗാണ്. 2020-ൽ 75.95% പോളിംഗ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നേക്കാം. വ്യാഴാഴ്ച നടന്ന 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 76.08% വടക്കൻ ജില്ലകളിലെ പോളിംഗ്. 2ാം ഘട്ടത്തിൽ കൂടുതൽ വയനാട് ജില്ലയിലാണ്. 78.03%. കുറവ് തൃശൂരും. 72.48% ജില്ലയിലെ പോളിംഗ്. വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ശുഭപ്രതീക്ഷയോടെ ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കാൽനൂറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയതിനാൽ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. ചരിത്ര മുന്നേറ്റത്തിലൂടെ സീറ്റുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങി NDA. വോട്ടുകൾ അകത്തായപ്പോൾ പുറത്ത് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. 3 വാർഡുകൾ വർദ്ധിച്ച് 46 ആയപ്പോൾ 24 സീറ്റിലധികം നേടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമില്ലാതെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായതും വിജയസാധ്യതയായി UDF വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിഞ്ഞെന്നും നേരത്തെ കൗൺസിലർമാരായിരുന്ന 12 പേരെ മത്സരിപ്പിക്കാനായതും വിജയപ്രതീക്ഷ കൂട്ടുന്നു. LDF കൗൺസിലർമാരായിരുന്ന 2 പേരെ UDF സ്ഥാനാർത്ഥികളായി കിട്ടിയതും നേട്ടമായാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. എന്നാൽ 28 സീറ്റുകളുണ്ടായിരുന്നത് ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി ഗുരുവായൂർ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ മേൽപ്പാലവും അഴുക്കുചാൽ പദ്ധതിയുമായിരുന്നു LDF പ്രചാരണ ആയുധമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായതുമാണ് LDFന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിളക്കമേകുന്നത്. മുൻ കൗൺസിലർമാരായിരുന്ന 11 പേരെയാണ് LDF ഇത്തവണ മത്സരരംഗത്തിറക്കിയത്. UDF കൗൺസിലറായിരുന്ന AT ഹംസ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായത് നേട്ടമായാണ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണ 5 ഉയരുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനായതും
ഇവരുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. 4 വാർഡുകളിൽ മത്സരിച്ച ആം ആദ്മിയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട്. 4 വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും 1 വാർഡിൽ SDPIയും മത്സരരംഗത്തുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭയിലെ 39 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകളും കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇന്നലെ പോളിംഗ് അവസാനിച്ച ശേഷം രാത്രി 7 മണിയോടെ കുന്നംകുളം മേഖലയിലെ എല്ലാ ബൂത്തുകളിലെയും പോളിംഗ് അവസാനിച്ചു. 9 മണിക്ക് 39 ബൂത്തുകളിലെയും വോട്ടിംഗ് മെഷീനുകൾ ടൗൺ ഹാളിലെത്തിച്ചു. 1 മുതൽ 20 വരെയുള്ള ബൂത്തുകളിലെ മെഷീനുകളും 21 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ മെഷീനുകളുമാണ് ഇരുമുറികളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് സ്ട്രോങ് റൂമുകൾ. ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. അതുവരെ പോലീസിന്റെ കാവലിലാണ് സ്ട്രോങ് റൂമും പരിസരവും. ചാവക്കാട് നഗരസഭയിലെ 33 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പോളിംഗ് അവസാനിച്ച ശേഷം ഇന്നലെ രാത്രിയാണ് 33 പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചത്. 1 മുതൽ 16 ബൂത്തുകളിലെ മെഷീനുകളും 17 മുതൽ 33 വരെ ബൂത്തുകളിലെ മെഷീനുകളുമാണ് 2 മുറികളിലാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് സ്ട്രോങ് റൂമുകൾ. ഗുരുവായൂർ ACP C പ്രേമാനന്ദൻ, ചാവക്കാട് SHO VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ASIയും SIയും സീനിയർ CPIയും ഉൾപ്പെടെ തോക്കേന്തിയ സായുധ പോലീസിനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. ഗുരുവായൂരിൽ വോട്ടെണ്ണലും ആഹ്ലാദ പ്രകടനങ്ങളും നടക്കുന്നതിനാൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ഔട്ടർ റിംഗ് റോഡിൽ 1 വേ ഏർപ്പെടുത്തിയതായി ടെമ്പിൾ പോലീസ് അറിയിച്ചു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും 1 വേ ബാധകമായിരിക്കും. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. ഡിസംബർ 31, 2026, ജനുവരി 1, 2 തീയതികളിലായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കലാലയങ്ങളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന അത്ലറ്റിക് മീറ്റ് നടക്കുക. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കലാലയങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ അണിനിരക്കുന്ന മീറ്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സെമിനാർ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, സർവകലാശാല ഡയറക്ടർ ഡോക്ടർ KP മനോജ്, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ കായികാധ്യാപകൻ ഹനീഫ മാസ്റ്റർ, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ PM ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ, അത്ലറ്റിക് അസോസിയേഷൻ ഭാരവാഹികൾ, ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. അത്ലറ്റിക് മീറ്റിന്റെ വിജയത്തിനായി AC മൊയ്തീൻ MLA ചെയർമാനും ഡോക്ടർ CL ജോഷി ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥ്യനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപുതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയ്ക്കാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആഘോഷിക്കുന്നത്. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ ആരംഭിച്ചു. ടിക്കറ്റുകൾ ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലൂടെയും ചൊവ്വാഴ്ച വരെ ബുക്ക് ചെയ്യാം. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രം കൗണ്ടറിൽ വെച്ച് വിതരണം ചെയ്യും. 25 രൂപയാണ് നിരക്ക്. ഒരു ഭക്തന് പരമാവധി 100 രൂപയുടെ അവിൽ നിവേദ്യം ഷീട്ടാക്കാം. നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയാൽ കുഴച്ച അവിൽ പന്തീരടി പൂജയ്ക്കും അത്താഴപൂജയ്ക്കും ഗുരുവായൂരപ്പന് നേദിക്കും. കൂടാതെ അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കാനും സൗകര്യമുണ്ടാകും. കുചേല ദിനത്തോടനുബന്ധിച്ച് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഥകളി പദ സംഗീതാർച്ചന നടത്തും. വൈകിട്ട് 6:20 മുതൽ ഭക്തി പ്രഭാഷണവും 7:30 ചലച്ചിത്ര സീരിയൽ താരം ദേവി ചന്ദനയുടെ നൃത്താർച്ചനയും രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേല നൃത്തം, കഥകളിയും ഉണ്ടാകും. ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും. ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്.
ഇത്തവണ ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളിലെ 70 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി ഇനാക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു. ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിനു മുകളിൽ മണ്ണ് നിറച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി ഈ പൂച്ചട്ടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹർഷിദ് പറഞ്ഞു. മുതിർന്ന വോട്ടർമാർക്കും അവരുടെ വോട്ടിംഗ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു മരം തന്നെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ മരത്തൈ വിതരണവും അതോടൊപ്പം തന്നെ നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന അതായത് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ചെടിച്ചട്ടികളിൽ ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടികളിലേക്ക് ഇടുകയും അതിനുശേഷം ഈ മാലിന്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് ബാക്കി ഇനോക്കുലവും മണ്ണും കൂടി ചേർത്തിട്ട് അതിനെ തൈയാക്കി മാറ്റി തൈ നട്ട് ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. നഗരസഭാ ഓഫീസിന് മുന്നിലെ AKG സ്മാരക മന്ദിരത്തിനു മുന്നിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തും ഒരുക്കിയിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള വസ്തുക്കളും ഇല്ലാത്തവയുമാണ് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ ചിഹ്നങ്ങൾക്ക് പകരം കൊടുത്തിരുന്നത്. ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ചിഹ്നങ്ങളുടെ നേരെയുള്ള ബട്ടണിൽ അമർത്തിയാൽ പച്ച തെളിയും. പാടില്ലാത്ത ചിഹ്നങ്ങൾ തൊട്ടാൽ ചുവപ്പ് ലൈറ്റും തെളിയും. പുനരുപയോഗിക്കാവുന്ന തുണി, കയർ എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഹരിതചട്ടം പാലിക്കാനായി ഓലകളും മറ്റിലകളും ഉപയോഗിക്കുന്നത് മാലിന്യത്തിന്റെ തോത് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം ബൂത്ത് നിർമ്മിച്ചതെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ജൈവ തെരഞ്ഞെടുപ്പായി തന്നെ മാറ്റിയിട്ടുണ്ട്, ഹരിത തെരഞ്ഞെടുപ്പായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ബൂത്ത് തികച്ചും പുനരുപയോഗയോഗ്യമായ വസ്തുക്കൾ കൊണ്ട് മാത്രം ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തുണി, മറ്റ് സാധനങ്ങളെല്ലാം ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലാതെ പ്രകൃതിയിൽ ശരിക്കും ഹരിത ബൂത്ത് എന്ന് പറഞ്ഞ് പനയോലയും ഓലയും കുരുത്തോലയും ഒക്കെ കൊണ്ട് നിർമ്മിച്ച് അതിനെ ഒരു വേസ്റ്റ് ആക്കുന്ന മാറ്റുന്നതല്ല ഹരിതചട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ പുനരുപയോഗയോഗ്യമായ സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹരിതചട്ടം. അതുപോലെ ഞങ്ങൾ നൂതനമായ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നഗരത്തിന്റെ മാലിന്യത്തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്. നാരായണീയ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്ക് ബഹ്റിനിലെ ഗുരുവായൂരപ്പ ഭക്തരുടെ വകയായി പാൽപായസം നൽകി. 101 ലിറ്റർ പായസമാണ് പടിഞ്ഞാറേ നടയിൽ വിതരണം ചെയ്തത്. ബീന ഗുരുവായൂർ, തങ്കം പരമേശ്വരൻ, വി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 16-ന് വിജയ് ദിവസ് ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കേ നടയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ രാവിലെ 10-ന് പുഷ്പാർച്ചനയോടെ ആരംഭിക്കും. ലഫ്റ്റനന്റ് കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതിയിൽ നിന്ന് യുദ്ധസേവാ മെഡൽ കരസ്ഥമാക്കിയ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. സൈന്യത്തിൽ പ്രത്യേക സേവനം അനുഷ്ഠിച്ച സർജൻ M മനോജ്, ഹവിൽദാർ E രവീന്ദ്രനാഥ്, സർജൻ K ജയകൃഷ്ണൻ എന്നിവരെ ആദരിക്കും. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ NCC കേഡറ്റുകളുടെ പരേഡും ഉണ്ടാകും. ഭാരവാഹികളായ KK വേലായുധൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, ഡോക്ടർ KB പ്രഭാകരൻ, AK ശിവാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആർത്താറ്റ് അരമനയ്ക്ക് സമീപത്ത് നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ അരമനയ്ക്ക് സമീപത്തുള്ള റോഡിലാണ് മലമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. ആരെങ്കിലും വിളിച്ചോ? ഫോറസ്റ്റിക്ക് വിളിക്ക്, ഗൂഗിളിലുണ്ടാവും നമ്പർ. കുന്നുകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പ്രദർശനം.
സുന്നി ബാലവേദി വടക്കേക്കാട് റേഞ്ച് സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സുന്നി ബാലവേദി ചെയർമാൻ ഷാഗിർ ഫൈസി, കൺവീനർ സ്വാദിഖ് അൻവരി എന്നിവർ നേതൃത്വം നൽകി. റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി അറക്കൽ അബ്ദുൽ ഗഫൂർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രസിഡന്റ് ഹസൻ ഫൈസി, ജനറൽ സെക്രട്ടറി നവാസ് റഹ്മാനി, പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷ്റഫ് മൗലവി, അബ്ദുറഹ്മാൻ ഹിജാമി എന്നിവർ യാത്രാ അംഗങ്ങളായി. കല്ലിങ്ങൽ ഗിദത്തുൽ ഇസ്ലാം മദ്രസയിൽ സമാപിച്ച റാലിക്ക് സ്വാലി അൻവരി ചേകന്നൂർ ശതാബ്ദി സന്ദേശം നൽകി. ഫൈസൽ റഹ്മാനി തുടങ്ങി റേഞ്ചിലെ വിവിധ മദ്രസകളിലെ അധ്യാപകരും പങ്കെടുത്തു. കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി കരോൾ സംഘത്തിന്റെ കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പ് സെന്ററിൽ സ്വീകരണം നൽകി. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, ഫെലോഷിപ്പ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് കരോളിനെ സ്വീകരിച്ചു. സാന്താക്ലോസിന്റെ അകമ്പടിയോടെ എത്തിയ കരോൾ സംഘം ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. പള്ളി വികാരി ഫാദർ അഫ്രേം അന്തിക്കാട് ക്രിസ്തുമസ് സന്ദേശം നൽകി. മധുരവിതരണവും ഉണ്ടായിരുന്നു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും AKM HSS പൂച്ചട്ടി സ്കൂളിലെ വിമുക്തി ക്ലബിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചാലക്കുടി ഡി അഡിഷൻ സെന്റർ സന്ദർശിച്ചു. കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലേക്ക് നൽകുന്നതിനായി സീനിയർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പീറ്റർ കിണറ്റിങ്കലിന് കൈമാറി. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെടുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് മയക്കുമരുന്നിനെതിരെ സമൂഹത്തിൽ കുട്ടികൾ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക PB ബബിത, മുൻ അധ്യാപകരായ PK അന്നമ്മ, മോളി ടീച്ചർ, വിമുക്തി കോർഡിനേറ്റർ ബിന്ദു, സന്ധ്യ രാഘവൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,210 രൂപ, പവന് 97,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 203 രൂപ. ചരമം അക്കിക്കാവ് പൂങ്കാവനം സ്വദേശിയായ കുഴങ്ങിൽ പീടികയിൽ അബു നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടത്തി. എരുമപ്പെട്ടി ചിറമൽ ഒല്ലൂക്കാരൻ പരേതനായ ജോസഫ് മകൻ ഡെന്നി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടത്തി. സെലീന മാതാവും ടെസി ഷൈനി എന്നിവർ സഹോദരങ്ങളുമാണ്. കാവീട് പരേതനായ വെള്ളറ കുരിയാക്കു ഭാര്യ മേരി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജെയിംസ്, പരേതനായ ജോൺസൺ, പരേതനായ തോമസ്, ലില്ലി, വിൻസെന്റ്, സോഫി എന്നിവർ മക്കളാണ്. പെഞ്ഞാമുക്ക് കരിച്ചാൽ റോഡിൽ താമസിക്കുന്ന കേശവത്ത് വീട്ടിൽ പരേതനായ കുഞ്ഞുണ്ണി മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. രാജേഷ്, രതീഷ്, രമേശ് എന്നിവർ മക്കളാണ്. പാറന്നൂർ അന്തിക്കാട്ട് പരേതനായ പൊറിഞ്ചുകുട്ടി ഭാര്യ ഏലിയ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടത്തി. ആനി, ജെയിംസ്, ജോയ്, ആൻഡോ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടിംഗ് മെഷീനുകൾ കനത്ത പോലീസ് സുരക്ഷയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണലിന്റെ തത്സമയ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ CCTVയിൽ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടക്കുക ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ. കുചേലൻ സതീർത്ഥിനെ അവിൽപുതിയുമായി കാണാൻ വന്നതിന്റെ സ്മരണയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.